ഹലോ. അപ്പോൾ നമ്മൾ വാവുകുട്ടി കോളേജിൽ പോയിട്ട് വരുമ്പോഴത്തേനും അവൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കഴിക്കാൻ ഉണ്ടാക്കാച്ചിട്ട് ഞാൻ മീനെടുത്ത് വറുത്തതാട്ടോ. അത് കഴിഞ്ഞിട്ട് അവൾക്ക് അനാറ് തൊലിച്ച് വെച്ചു. ഇതിങ്ങനെ എടുത്ത് വെച്ചാൽ മാത്രമേ അവൾ കഴിക്കുകയുള്ളൂ. തൊലിച്ച് കഴിക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ ഞാൻ ഈ വേവിക്കാൻ വെച്ചിരിക്കുന്നത് വാഴയുടെ ഉണ്ണിത്തണ്ടാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അപ്പോഴത്തേനും ഞാൻ ഇതിനെ ഒരു ആപ്പിളും കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചു. പിന്നെ ഈ മുളക് വറുക്കുന്നത് ഞാനിപ്പോൾ ഒരു ചമ്മന്തി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ അമ്മ അരയ്ക്കുന്നതാണ്. മുളകും മല്ലിയും കൂടി നന്നായി വറുത്തിട്ട് പുളിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരയ്ക്കുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ ഇവിടേക്കൊന്ന് വൃത്തിയാക്കി ചമ്മന്തി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുത്താലേ ടേസ്റ്റ് വരുള്ളൂ. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ ഉണ്ണിത്തണ്ട് വറുത്തിട്ടു. കുറച്ച് നാളികേരും ഉണക്കമുളക് കുത്തിയിട്ടിട്ട് ഉള്ളി വെളുത്തുള്ളിയും കൂടി കുത്തിയിട്ടു കേട്ടോ. പിന്നെ അതൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഇന്ന് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, തൈര് കൂട്ടിയിട്ടാണ് ഫുഡ് കഴിച്ചത്. പക്ഷെ സംഭവം